ഹായ് എവരി വൺ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. വേറൊന്നുമല്ല, അടുക്കളയിലത്തെ സാധനങ്ങൾ അപ്പോൾ തീർന്നു. അപ്പോൾ ഞാൻ ലിപ് ബാമും ലിപ് ഗ്ലോസും ഇടുന്നുണ്ട്. പ്ലമ്മിൻ്റെ ലിപ് ഗ്ലോസ്സാണ് കേട്ടോ ഞാനിപ്പോൾ ഉപയോഗിക്കണേ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ ഞാൻ ചെയ്യണ കണ്ടിട്ട് ഇതേ പൊടിമോളും അതെ കാതിർക്കാൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച ലിപ് ബാം എടുത്ത് അവളും തേക്കണുണ്ട്. അപ്പോൾ ചെറിയൊരു പൊട്ടും ഒരു സിന്ദൂരമൊക്കെ ഇട്ട് എൻ്റെ ഫേവറേറ്റ് ഇയറിങ്സ് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. പൊടിമോളേനെ ബാബേട്ടൻ ഒരുക്കണുണ്ട്. പിന്നെ ആ മുടി മിട്ടണതൊക്കെ അവളുടെ ചേച്ചിയുടെ പണിയാന്ന് തോന്നുന്നു. മുടി കെട്ടാനേ സമ്മതിക്കില്ല പെണ്ണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിപ്പോൾ ശ്രീലങ്ക മാർക്കറ്റിലേക്ക് പോണേ. നമ്മുടെ നാട്ടിലുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അവിടെ ഇരിക്കുന്ന ചേട്ടൻ തമിഴാണ് പറയണ കേട്ടോ. അതുപോലെ അവിടെ ഒരു സ്റ്റാഫ് മലയാളി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് പുറത്തേക്ക് പോകണം. ഇതും കൂട്ടിയിട്ട് 3ാം പ്രാവശ്യം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ആളുണ്ടോ നോക്കാം. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആളുടെ അടുത്തൊന്ന് ഫോൺ അങ്ങനെ കൊടുക്കാമേ. ആളുടെ ഭാഗത്തേക്ക് ഒന്ന് പിടിക്കാം. ആളെ കൊണ്ട് എന്തെങ്കിലും തമിഴ് പറയിപ്പിക്കാം. എനിക്കത് കേൾക്കുമ്പോൾ സന്തോഷം. അപ്പോൾ പാരച്യൂട്ടൻ്റെ ഓയിൽ ചൂര, ചെറിയ ചൂരയാണെന്നാണ് പറഞ്ഞത്. അത് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിലുണ്ട്. വെജിറ്റബിൾസൊക്കെ അമരപ്പയർ, കായ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കവിടെ കിട്ടും. പുന്നിരി ഉണ്ടോ? പുന്നിരി. ഓ, മലയാളം കാണുമ്പോൾ എന്തൊരു സന്തോഷം. ഞാനവിടെ മട്ടരി വാങ്ങിക്കണം കേട്ടോ വീട്ടിൽ വയ്ക്കാൻ. ഇതേ വേപ്പില ഉണ്ട്, ചീര ഉണ്ട്, ചക്കക്കുരു കണ്ട. പിന്നെ അവളുടെ ഇഷ്ടം ഫേവറേറ്റ് മാങ്ങ, അതും അവൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ കാറിൽ വെച്ചിട്ട് വേറൊരു മാളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി. ഞങ്ങൾ ഈവനിങ്ങിലാണ് ഇറങ്ങിയത് കേട്ടോ. ഇതൊന്നും വാങ്ങിക്കാൻ ഉദ്ദേശിക്കണില്ല. ഈവനിങ്ങിലാണ് ഇറങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ നിൽക്കുന്ന സമയം ഒരു 7:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. തിരിച്ച് വരുമ്പോൾ കണ്ട വെയിൽ. നമ്മൾ വിചാരിക്കും നട്ടുച്ചയാണ്. സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. രാത്രി 8 മണിയാണ്. ആ സമയത്താണ് വെയിൽ ഉദിച്ച് മുഖത്തേക്ക് വെളിച്ചടിച്ചിട്ട് ഓഫ് എളുപ്പമല്ല. നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ. അകത്തൊക്കെ ചൂടാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. ഞങ്ങൾ വീട്ടിൽ പോണ വഴികളാണ് കേട്ടോ ഇതൊക്കെ. ഇവിടെ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടായി. ഇപ്പോൾ രാത്രി 8 മണി. നമ്മുടെ അവിടെയൊക്കെ കുറ്റാക്കൂരി ഇരുട്ടായിരിക്കും. നമ്മുടെ അവിടെ നിന്ന് 3.5 മണിക്കൂർ വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇവിടത്തേക്കാളും 3.5 മണിക്കൂർ കൂടുതലാണ് നമ്മുടെ അവിടെ. കണ്ട, നൈറ്റ് 8 മണിക്ക് സൂര്യൻ നോക്കി ചിരിക്കണ കണ്ട. ഇതാണ് ഇവിടുത്തെ. ഈ സമയത്തൊക്കെ ഊണും കഴിച്ച് കിടന്നുറങ്ങാൻ എങ്ങനെ പറ്റും? ഇനി ചെന്ന് എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടാക്കി കഴിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ട്. കണ്ടാ വെയിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.